At one time, Billy Graham, the great American preacher, he said that I truly believe literally is at one time in his early days, he said, I believe that it is a literal description of the heavenly Jerusalem. I take them as word by word, verbal activity. He's a sensible man. I have great admiration for him. ഇതേ ഉള്ളൂ സ്വർഗമെങ്കിൽ ആ സ്വർഗത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതായത് സ്വർണവും ഈ പറയുന്ന പിന്നെ വലിയ വജ്രക്കല്ലും അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വലിയ അർത്ഥമൊന്നുമില്ല. They are all symbolic expressions of the glory and splendor of the kingdom of God. ദൈവരാജ്യത്തിന്റെ സ്വർഗീയ യെരൂശലേമിന്റെ മഹത്വത്തെ വർണ്ണിക്കുവാൻ വേണം അതിനുള്ള സിമ്പിൾസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന അല്ലാതെ നോട്ട് ടു ബി ടേക്കൻ ലിറ്ററലി എന്ന് he has corrected his first stand എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും ഈ ഡ്രാമ നമ്മൾ കണ്ടു കഴിഞ്ഞു. There is the God, the important character, then the hero, of course, Christ, and then the heroine, the church, and then the villain, Satan, and then finally the wedding takes place between the hero and the heroine, and it lasts forever. And that is the sum and substance of the book of Revelation. Now we will take the characters one by one. God. What do we say? What do we find about God? He is the one who reveals himself. I just mentioned point by point. One, he is one who reveals himself. God is a one who reveals. ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്, സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അത് വേദപുസ്തകത്തിൽ എല്ലാം കാണുന്ന ഈ ഒരു സത്യമാണ്. അതാണ് നമ്മുടെ റിവീൽഡ് റിലിജൻ ആണ്. Christianity is a revealed religion, not a natural revealed religion. Means God has revealed the truth of himself and of the whole. അതെല്ലാം സ്വയം വെളിപ്പെടുത്തുന്ന. ഇതിനകത്തും ദൈവം സ്വയം വെളിപ്പെടുത്തുന്നവനായിട്ടാണ് എല്ലാ കാര്യങ്ങളിലും. We read തന്റെ ദാസന്മാർക്ക് കാണിക്കേണ്ടതിന് ദൈവം അവർക്ക് കൊടുത്തു. വെളിപ്പാടാണ് സംഭവിപ്പാനുള്ള ദാസന്മാരെ കാണിക്കേണ്ടതിന്. He reveals the reality, the future, everything. And then it says that he is the beginning and the end. ആദ്യനും അന്ത്യനുമാണ്. 1:8 അതിന് മറ്റൊരു വാക്ക് പറയും. ആദ്യനും അന്ത്യനും എന്ന് പറയുന്നത് ബിഗിനിങ് ആൻഡ് എൻഡ് എന്നുള്ളത് പറയുന്നതിന് ആൽഫ and Omega. These are the two Greek alphabets. The first alphabet of Greek is Alpha, and the last is Omega. So Alpha and Omega വാച്ചുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ, അത് അപ്പുറത്തൊന്നുമില്ല. Omega എന്നുള്ളതാണ്. So the last, first and the last എന്നുള്ളതിന് പകരം പറയുന്ന ഒരു വാക്കാണ് ആൽഫ ആൻഡ് ഒമേഗ. ആദ്യനും അന്ത്യനും, ആരംഭവും അവസാനവും എന്ന് പറയുന്നത് ഒന്നാണ്. അല്ലെങ്കിൽ പറയാവുന്നത് he is the eternal one. 19:1 and 4. Alpha and Omega, he is the eternal one. God has revealed in this book he is the eternal one, the first and the last. He is the Alpha and Omega. And he is the King of Kings. 19:6 and 16. King of Kings. Who is enthroned. Who is സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്. What does that mean? സിംഹാസനത്തിൽ ഇരിക്കുന്നവർ. ദൈവത്തിന് സിംഹാസനം വല്ലതും വേണം. നമ്മുടെ ഇവിടെയുള്ള പാസ്റ്റർക്കീസിനും കാതോലിക്കാർക്കും സിംഹാസനം വേണം. പക്ഷെ ദൈവത്തിന് സിംഹാസനമൊന്നും വേണ്ട. പിന്നെന്താ ദൈവത്തിന് സിംഹാസനം ഇരിക്കുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറഞ്ഞു? Throne represent authority, അധികാരമുള്ളവൻ എന്നാ അതിന്റെ അർത്ഥം. സിംഹാസനത്തിൽ ഇരിക്കുന്നു പറഞ്ഞാൽ അധികാരമുള്ളവനായി വാഴുന്നു എന്നാ അതിന്റെ അർത്ഥം. അല്ലാതെ ഒരു കസേരയ്ക്ക് 2-4 കാലും അതിനെ പുറകെ ഇരിപ്പ് ചാരും ഒക്കെ ഉള്ള കസേര ദൈവം അവിടെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെയും ഈ സിംഹാസനം, തോമാശ്ലീഹയുടെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏതാണ്ട് സാധനം ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലല്ലോ നമ്മൾ പറയുന്നത്.
നമ്മൾ പറയുന്നത് തോമാശ്ലീഹായുടെ പൗരാണികമായ അധികാരത്തിന്റെയും ആ സ്ഥാനത്തിന്റെയുമായിട്ടുള്ള അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. It stands a symbol. Thronos. What's the meaning of the word Thronos? Meaning of the word Thronos. Literal meaning of the word Thronos. Throne. Throne, correct. Throne എന്നുള്ളതിൽ ത്രോണോസ് എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലുള്ളതായ ത്രോൺ എന്ന് വന്നിരിക്കുന്നത്. സിംഹാസനം എന്നാ ത്രോണിന്റെ അർത്ഥമില്ല, സിംഹാസനമാണ്. അപ്പൊ ത്രോണോസ് എന്ന് പറഞ്ഞാൽ ബലിപീഠമെന്നൊന്നും അർത്ഥമില്ല, അത് മറ്റൊരു അർത്ഥമാണ്, അത് വേറെ അർത്ഥത്തിൽ. ത്രോണോസ് ഇൻ ദി മദ്ബഹ സ്റ്റാൻഡ്സ് ഫോർ മെനി തിങ്സ്, അത് പലതുണ്ട്. അതിൽ ഒന്നാണ് ഇറ്റ് ഈസ് ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സിംഹാസനമാണ് എന്നുള്ളത്. അതുകൊണ്ട് ആ സിംഹാസനത്തിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലങ്ങനെ ആരും പോകരുത് എന്ന് പറയുന്നത്. ഗോഡ് ഈസ് enthroned there, his seat is there, and so പുറകിൽ കൂടെ പോവുകയുള്ളൂ. മുമ്പിൽ വരുമ്പോൾ കുരിശ് വരച്ചുകയും ത്രോണോസിന്റെ മുമ്പിൽ വരുമ്പോൾ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഇറ്റ് ഇസ് ദ സീറ്റ് ഓഫ് ഗോഡ് എന്നുള്ള നമ്മുടെ സങ്കല്പത്തിലാണ് ത്രോണോസ് എന്നുള്ള വാക്ക്. അതിൽ നിന്നാണ് എൻത്രോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ സുന്ത്രോണീസോ സുന്ത്രോണീസോ എന്ന് പറയുന്നത് എൻത്രോൺമെന്റ് എന്നുള്ളതിന്റെ സുറിയാനി വാക്കാണ് സുന്ത്രോണീസോ എന്ന് പറയുന്നത്. ഇനിയും വരാനിരിക്കുന്നു 3-4 പേരുടെ സുന്ത്രോണീസോ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴത് ഇത് ത്രോൺ എന്നുള്ള വാക്ക് ഹീസ് ഇൻ ദി സീറ്റഡ് ഇൻ ദ ത്രോൺ, അതിന്റെ അർത്ഥം കസേരയിലിരിക്കുന്നു എന്നുള്ളതല്ല, അധികാരിയായിട്ട് വിത്ത് ഓൾ പവർ, with sovereignty, with authority, he is reigning. R-E-I-G-N-I-N-G, he is reigning. That's സിംഹാസനത്തിലിരിക്കുന്നവൻ. Chapter 4, verse 2, 3 and 8. 4, 2, 3 and 8. In chapter 2, സിംഹാസനത്തിലിരിക്കുന്നവനായിട്ടാണ് പിതാവാം ദൈവത്തെ കാണിച്ചിരിക്കുന്നത്. That means he is in authority, controlling, എല്ലാറ്റിനെയും നിയന്ത്രിച്ച് പരിപാലിച്ച് ഭരിക്കുന്ന ഒരുവനായിട്ടാണ്. Everything is under his control. He is in the throne. And then in chapter 21 we read his victory, ultimate victory of God. ഈ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഇനിയും ultimate ആയിട്ട് God shall be victorious, defeating all his enemies. എല്ലാവരെയും പരാജയപ്പെടുത്തി വരുന്നതാണ്. And then his presence will be with his people. അവന്റെ സാന്നിധ്യം എപ്പോഴും തന്റെ ജനത്തോട് കൂടിയായിരിക്കും. ചാപ്റ്റർ 22 we read. പിന്നെ അവർക്ക് സൂര്യനൊന്നും പിന്നെ വേണ്ട. They need not have sun for the night. Why? Because God is with them. He is with them. അവരുടെ മുഖത്തൊന്നും കണ്ണീരൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് കരച്ചിലൊക്കെ ഉണ്ടാവും, ഒക്കെ തുളച്ച് നീക്കും എന്നാണ് അവിടെ പറയുന്നത്. കണ്ണീരൊന്നും ഉണ്ടാവില്ല, വിശപ്പും ദാഹവും ഉണ്ടാവില്ല. Because God is with them. ഇതെല്ലാം നമുക്ക് അയക്കും. And he will be with them forever and ever. ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ളതാണ് ദൈവത്തെ കുറിച്ചുള്ള ഒരു ചിത്രം ഇതിനകത്ത് നൽകുന്നത്. God with us എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് അവസാനിക്കുന്നു. That is the picture of God in this book. Now we turn to Christ, the second character, Christ. What's the meaning of the word Christ? രാവിലെ കഴിക്കാനുള്ള ഗുളിക പോക്കറ്റ് ഇട്ടുള്ളൂ വന്ന, പക്ഷെ മറന്നുപോയി. ഇപ്പൊ തപ്പിപ്പോഴും പോക്കറ്റ് കഴിച്ചോളാം. ഓക്കെ, ക്രൈസ്റ്റ് അർത്ഥം പറഞ്ഞില്ല. അഭിഷിക്തൻ, correct. The anointed. I am going to പിന്നെ നിങ്ങളെ കുഴപ്പത്തിലാക്കാൻ പോവുകയാണ്. What is the meaning of Messiah? മശിഹ എന്ന് പറഞ്ഞാലും മുമ്പേ പറഞ്ഞ വാക്ക് തന്നെയാണ്. ഏതാ മുമ്പേ പറഞ്ഞത്? അഭിഷിക്തൻ. Christ equals Messiah equals the anointed equals Abhishektan. It's one and the same. Christ is it comes from the Greek word Christos.
എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ക്രിസ്റ്റോസ്. ക്രിസ്റ്റോസ് പൂശിക, ക്രിസ്റ്റോസ് ക്രൈസ്റ്റ്. അതിൽ നിന്നാണ് ക്രൈസ്റ്റ്. മിശിഹ എന്നുള്ളത് സുറിയാനി പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ സുറിയാനി പറയാൻ പാടില്ലെങ്കിൽ പൂശിക, അഭിഷേകം ചെയ്യുക, മിശിഹ മെസായ, ആ അർത്ഥവും ഒന്ന് തന്നെയാണ്. പൂശിയിട്ടുള്ള ആൾ, അഭിഷേകം ചെയ്തിട്ടുള്ള ആൾ. അപ്പൊ ക്രൈസ്റ്റ് ഈക്വൽസ് മെസായ ഈക്വൽസ് അഭിഷേകൻ, ദി അനോയിന്റഡ് വൺ. സോ വി സ്പീക്ക് അബൌട്ട് ദ ക്രൈസ്റ്റ്. ക്രൈസ്റ്റിനെ പറ്റി ഈ ഒരുപാട് പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ചിത്രം മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ക്രൈസ്റ്റിനെ പറ്റിയാണ്. It does not speak anything about Jesus of Nazareth wandering in the streets of Nazareth and walking in the roads of Judea and Galilee. ആ യേശുവിനെ പറ്റി ഒന്നും ഇതിനകത്തില്ല. അതായത് ഐഹിക ശുശ്രൂഷ നടത്തിയ യേശുവിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പിന്നെ മരിച്ചുയർത്തെഴുന്നേറ്റ the Lord who died and rose again. And that Jesus, that Messiah, is the one who is presented in this book. അപ്പോൾ രണ്ട് മിശിഹാ ഉണ്ടോ എന്ന് ചോദിക്കാം. ഒരു മിശിഹായേ ഉള്ളൂ. പക്ഷേ ആ മിശിഹായുടെ ഉയർത്തെഴുന്നേറ്റ മിശിഹായെ പറ്റിയാണ് ഇതിനകത്ത് ഊന്നൽ കൊടുക്കുന്നത്. പൊന്തിയോസ് പീലാത്തോസ് നാൾ മരിക്കുകയും അതുപോലെ തന്നെ അതിനു മുമ്പ് അഗ്രിപ്പാവിന്റെ മുമ്പാകെ വിസ്തരിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആ യേശുവിനെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് അവതരിപ്പിക്കുമ്പോൾ ഇവിടെ എംഫസിസ് കൊടുക്കുന്ന എല്ലാം മരിച്ച് ഉയർത്തെഴുന്നേറ്റ മഹത്വവാനായ ക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചാപ്റ്റർ 1 verse 5 and 18. May I read? മരിച്ചവരിൽ ആദ്യജാതനും, നമുക്ക് അതിനെ പറ്റി ഒന്ന് പഠിക്കുന്നത്. മരിച്ചവരിൽ ആദ്യജാതനും യേശുവിനെ ക്രിസ്തുവിനെ പറ്റി പറയുന്ന ഒന്നാണ്. He is the first born from among the dead. മരിച്ചവരിൽ ആദ്യജാതനും. പോകട്ടെ, ഇനി 18 കൂടെ വായിച്ചാൽ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, ഞാനിതാ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു. That is the claim that the Christ makes in this book. I was dead on the day of that Pontius Pilatus നാളിൽ മരിച്ചടക്കപ്പെട്ടവനാണ്. പക്ഷേ ഞാൻ ഈ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവനാകുന്നു. And that is what he says. So Christ, ക്രിസ്തുവിനെ പറ്റിയുള്ള ഒന്നാമത്തെ കാര്യം മരിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. 2. He is the Alpha and the Omega. (22:30). അതെ, ഇത് പിതാവാം ദൈവത്തെ പറ്റി പറഞ്ഞത് തന്നെയാണ്. The same qualifications applied to Jesus Christ. Christ also, I am the Alpha and the Omega. പഴയ നിയമത്തിൽ ഈ പറയുന്ന ഡെഫിനിഷൻ ഈസ് ഗിവൺ ടു യാഹ്വേ. യഹോവയ്ക്ക് ഈ പേര് കൊടുത്തിട്ടുണ്ട്. Turn to Isaiah chapter 44 verse 6. Isaiah 44 verse 6. We will have make a contest who will take the passage first. Isaiah 44 verse 6. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അത് തന്നെയാണ് മുമ്പേ പറഞ്ഞത്. എന്താ? I am the first and the last. I am the Alpha and the Omega is the same. അപ്പൊ പഴയ നിയമത്തിൽ യഹോവ ക്ലെയിം ചെയ്യുന്ന ഒന്നാണ് I am the first and the last. In other words, I am the Alpha and the Omega. And the same claim is made by Jesus Christ in the book of Revelation. അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? Jesus Christ is equal to God the Father. He is none other. In no way he is inferior. താൻ ഒരിക്കലും പിതാവിനേക്കാൾ കുറഞ്ഞവനല്ല. He is not a ചോട്ടാ ദൈവം. അതാണ്. That is what the Jehovah's Witness people say. അവര് പറയുന്നത്, യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നത് ദൈവം ആണെന്ന് അവർ പറയത്തില്ല. ഒരു ദൈവമാണെന്നേ പറയുള്ളൂ.
ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വചനം നമ്മൾ പറയുന്നത് അവര് ആ വചനം ഒരു ദൈവമായിരുന്നു. He was a God. They don't. If you take their Bible, you can get it from Brooklyn easily to get it. And in their Bible, 1 John chapter, St. John the Gospel, in the beginning was the Word, Word was with God, and the Word was God. And the Word was a God. What difference does it make? When you say the Word is God, and the Word is a God, what difference is there? There are more than one gods. അപ്പോൾ യേശു ക്രിസ്തു ആരാ? ഒരു ചോട്ടാ ദൈവം. ദൈവം ഒരു ദൈവമേ ഉള്ളൂ. നോട്ട് ദി ഗോഡ്. ഗോഡ് അല്ല എന്ന് വരുത്താനായിട്ട് they don't believe it. അപ്പോൾ ഞാൻ പറഞ്ഞത് ബൈബിൾ ട്രാൻസ്ലേഷന് പോലും ഈ തരത്തിലുള്ള ആർട്ടിഫിഷ്യാലിറ്റി അവരുടെ ക്രിസ്തുത്വം ഒക്കെ വരുത്തുന്ന ഒന്നാണ്. So Christ claims the same definitions as those that were applied to Yahweh in the Old Testament. In the Old Testament, Yahweh is described as the first and the last. And the same definition is given to Jesus Christ. That means the divinity of Christ is very well established, very well confirmed, accepted in this divinity of Christ. And at the same time, He is the Son of God. And He is Son of God, He is Devan Thaneyanu, but He is the Son of Man as well. Through incarnation, He became Son of Man. And in chapter 1, verse 13, book of Revelation 1:13, ആരായി മനുഷ്യപുത്രനോട് സദൃശനായി ഒരുവനെ കണ്ടത്? യേശുക്രിസ്തുവിനെയാണ് അവിടെ കാണിക്കുന്നത്. യേശുക്രിസ്തുവിനെയാണ് മനുഷ്യപുത്രന് തുല്യനായ ഒരുവൻ എന്ന് നമ്മൾ പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് മുഴുവൻ ഇൻ ദാറ്റ്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോഴാണ് പറയുന്നത് ഞാൻ മരിച്ചവനായിരുന്നു എന്നൊക്കെ പറയുന്നത് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. So the picture of Christ in that passage is that of Son of Man. And in the Gospels, very frequently we come across the phrase Son of മനുഷ്യപുത്രൻ. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് ജീവനെ കൊടുക്കുവാൻ മനുഷ്യപുത്രൻ എന്നിങ്ങനെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്നതാണ്. And that term Son of Man is applied to the Messiah and Jesus Christ. And here He is the victorious one, and at the same time He is the Son of Man. Son of Man, and walking എവിടെ നടക്കുന്നു? നിലവിളക്കുകളുടെ നടുവിൽ കൂടി നടക്കുന്നു. ഏതായി നിലവിളക്കുകൾ? 7 lamps. The 7 lamps there stands for the 7 churches. സഭകളുടെ പ്രതീകമാണ് നിലവിളക്ക്. അപ്പോൾ സഭയുടെ നടുവിൽ കൂടിയാണ് മനുഷ്യപുത്രൻ നടക്കുന്നത്. അതാ ഒരു ആശ്വാസമുള്ളത്. അങ്ങ് വിട്ടിട്ട് പോയിട്ടില്ല. ഈ കൊഴുപ്പ പിടിച്ച, ഈ കുലുമാരി പിടിച്ച ഈ സഭയുടെ നടുവിൽ കൂടി അവിടെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ധൈര്യവും പ്രത്യാശയുമാണ് വാസ്തവത്തിൽ ഈ കൺഫ്യൂഷൻ കൺഫൗണ്ടഡ് എന്ന് പറയത്തക്ക വിധത്തിലൊക്കെ വരുമ്പോൾ ആ ഒരു പിക്ചർ comes to the mind that the Son of Man has not abandoned the church. Son of Man has not desolated the church. He is still with the church and walking through in between the lamps. വിളക്കുകളുടെ നടുവിൽ കൂടി നടക്കുന്ന, സഭയുടെ നടുവിൽ കൂടി നടക്കുന്ന മനുഷ്യപുത്രന്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണുന്നത്. And then He is called the Lion of Judah. Also He is called the root of Jesse. ഇശായിയുടെ വേരു ആയവൻ. പെട്ടെന്ന് ബുദ്ധി സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. He is also called the Lion of Judah. അതിന്റെ അർത്ഥം എന്താ? യൂദായുടെ സിംഹം എന്നുള്ള പേര് യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താ? Lion stands for എന്ന് പറഞ്ഞാൽ King. യൂദായിൽ നിന്നുള്ള രാജാവാണ്. യൂദായിൽ നിന്നുള്ള രാജാവ് ഇസ്രായേലിനെ ഭരിക്കുവാൻ വരുമെന്നുള്ള പ്രവചനമുണ്ട്. യൂദാ യഹൂദിയിൽ നിന്ന്.
അപ്പോൾ in this book he claims that he is the Lion of Judah. അതിനെപ്പറ്റി പരാമർശിക്കുന്ന അങ്ങനെയാണ്. And then he is frequently described as the Lamb of God. ദൈവത്തിന്റെ കുഞ്ഞാടാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വളരെ ഭാഗമുള്ള 5-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഒന്ന് നോക്കാം. He is the Lamb of God. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവനുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ ഒരു അറുക്കപ്പെട്ട കുഞ്ഞാട്. എന്താ അറുക്കപ്പെട്ട കുഞ്ഞാട് സൂചിപ്പിക്കുന്നത്? The lamb slain, that lamb that killed എന്ന് പറഞ്ഞാൽ യാഗമായി അർപ്പിക്കപ്പെട്ട, the lamb that is sacrificed, that is on Calvary. കാൽവരിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. That refers to the death of Christ, who died for us, who died for the whole world. ലോകാരംഭത്തിന് മുമ്പേ കൂരൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നാണ് മറ്റൊരിടത്ത് പറയുന്നത്. He is the one who is slain, who is killed, the lamb who is killed. കുഞ്ഞാട് എന്ന് ആദ്യം യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? John the Baptist. He was pointing to whom? ആരോടാണ് പറഞ്ഞത്? ആരുടെ ശിഷ്യന്മാരോട്? യോഹന്നാന്റെ സ്നാപകന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. He had his own followers. He had his own disciples. And some of these disciples later joined Jesus Christ. അപ്പൊ ആ ശിഷ്യന്മാരിൽ രണ്ടുപേരോട് പറയുന്നത്, Behold the Lamb of God that takes away the sin of the world. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ ഈ കുഞ്ഞാട് എന്നുള്ളത് യോഹന്നാന്റെ ഒരു നിർവചനമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അതുണ്ട്. യോഹന്നാൻ സ്നാപകൻ അത് ആദ്യം പ്രയോഗിച്ചു, സുവിശേഷത്തിൽ അതുണ്ട്. And in the book of Revelation, Christ is frequently mentioned as the Lamb. And chapter 13 verse 8 also a reference to the killing of the lamb that is killed. 13:8. ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന്റെ മരണം പൊന്തിയോസ് പീലാത്തോസ് നാളിൽ ആ പർട്ടിക്കുലർ ഡേയിലല്ല, ദൈവത്തിന്റെ നിത്യതയിൽ തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട ഒന്നാണ് the death of Christ. Not a casual accidental ആയിട്ട് അവർ അപകടം പിടിച്ചതല്ല ആ മരണം. It was in the providence of God. It was in the eternal purpose of God, the death of Christ, to take away the sin of the world. ലോകത്തിന്റെ പാപത്തെ പരിഹരിക്കുവാനുള്ള നിത്യയാഗമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പദ്ധതിയിൽ നിത്യതയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. അതാ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളത്. And then you come to the marriage of the Lamb, chapter 19 verse 6. അപ്പോൾ വലിയ വൃക്ഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും അകത്ത് ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഞാൻ സന്തോഷിച്ച് ഉല്ലസിച്ച് അവൻ മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഈ ഹല്ലേലൂയ എന്നുള്ള ഈ വാക്ക് പുതിയ നിയമത്തിൽ ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നുള്ള ആ വാക്ക് എന്താ അതിന്റെ അർത്ഥം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് എന്ന് തന്നെയാണ്. അത് നമ്മൾ അധികം പറയുന്നില്ലെങ്കിലും നമ്മൾ പറയുന്നുണ്ടോ? എപ്പോഴാണ്? എന്നും ചൊല്ലുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമുക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് കൂട്ടായ്മയിൽ പോയി കഴിയുമ്പോഴേക്ക് ഹല്ലേലൂയ 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 പറഞ്ഞാൽ അത് എല്ലാമായി. ഓർത്തഡോക്സിൽ ഇരുന്നപ്പോൾ ഇത് പറച്ചിലുമില്ല, അറിയാൻ മേലാതെ ചൊല്ലുന്നുമില്ലായിരുന്നു എന്നുള്ളത് അതിന് കുഴപ്പം വരുന്നത്. നമ്മളും രാവിലെ കേട്ടിട്ടുള്ളൂ, ഇപ്പൊ ഇവിടെ അറിയുന്നത് നേരമില്ലല്ലോ. രാവിലത്തെ നമസ്കാരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, പിന്നെ അതിന്റെ തന്നെ മലയാളം പറയും, എന്തുവാ, ദൈവമേ നിനക്ക് സ്തുതി. പറഞ്ഞത് തന്നെയാണ്, അത് തന്നെയാണ്. അത് മൂന്ന് സുഖ്യാനും കൂടെ പറയുമായിരുന്നു. നിനക്ക് സ്തുതി എന്ന് മുമ്പ് പറയുമായിരുന്നു. ഇപ്പൊ ആ സുഖിയാനി എന്ന് വിട്ടു. ഏതായിരുന്നാലും ദൈവമേ നിനക്ക് സ്തുതി, ഹല്ലേലൂയ. We say that. അത് meaningful. In the New Testament, this is the only book of Revelation the word hallelujah occurs, and praise the Lord, ദൈവത്തിന് സ്തുതി, ഹല്ലേലൂയ എന്ന് പറയുന്നത്. That is something which we should, അത് നമുക്കൊരു
ദുരഭിമാനമോ ഒരു തെറ്റോ ഒന്നും വിചാരിക്കേണ്ടതായിട്ടില്ല. Praise the Lord should be in our tongue. So the marriage, കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറയുന്നത് it's a symbol of the union of God with His people. The marriage is a symbol of union of God with His people. അതാണ് മാരേജ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. മാരേജ് യൂണിയൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ. സിംബോളിക്കലി സെറ്റ്, അല്ലാതെ നമ്മുടെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ എന്ന് പറയുന്ന പോലെയുള്ളതൊന്നുമല്ല. ഇറ്റ്സ് എ സിംബോളിക് എക്സ്പ്രഷൻ, പ്രതീകാത്മകമായി പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്നാൽ ഇതിനകത്ത് യേശുക്രിസ്തുവിനെ പറ്റി ഈ ബുക്ക് ഓഫ് റെവലേഷനിൽ പറയുന്ന ഒരു ഗ്രീക്ക് വാക്കുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണിത്. നിങ്ങൾ റഷ്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളികളിൽ എവിടെയെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ പള്ളികൾക്ക്, ഇവിടെ ധാരാളം പള്ളികളുണ്ട്, ഗ്രീക്ക് പള്ളികളോ റഷ്യൻ പള്ളികളോ ഒന്ന് പോയി കാണാമെങ്കിൽ there is a dome, ഈ ഹൈക്കലായിട്ട് ആ ഡോമിന്റെ മുകളിൽ മുഴുവനും കൂടെ കവർ ചെയ്തിരിക്കുന്ന ഒരു പടമുണ്ട്, ക്രൈസ്റ്റിന്റെ പടമാണ്. അതിൽ അവർ പേര് പറയുന്നത് പാന്റോക്രാറ്റോർ എന്ന. പാന്റോ എന്ന് പറഞ്ഞാൽ പാന്റ പാരമേരിക്കനൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ പാന്റോ എല്ലാം സർവശക്തൻ എന്നുള്ള അർത്ഥത്തിലാണ്. പാന്റോക്രാറ്റോർ സർവശക്തൻ എന്നുള്ളതാണ്. അത് യേശുക്രിസ്തുവിനെ ഈ പുസ്തകത്തിനകത്ത് ഹല്ലേലൂയ സർവശക്തന് മഹത്വം ഉണ്ടാവട്ടെ എന്നിങ്ങനെ പാന്റോക്രാറ്റോർ എന്നുള്ള 9 times the word Pantocrator is used in this book to refer to Christ. Pantocrator, Almighty, സർവശക്തൻ എന്നുള്ള അർത്ഥത്തിൽ. And therefore the Byzantine അവരുടെ കലയിൽ, ആർക്കിടെക്ചറിൽ അവര് ഈ പള്ളിയുടെ ഡോമിന്റെ മുഴുവനും കൂടെ കവർ ചെയ്യുന്ന ആ ക്രൈസ്റ്റിന്റെ പിക്ചർ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ അർത്ഥം ചോദിച്ചാൽ ആ ക്രൈസ്റ്റിന്റെ കീഴിലാണ് നമ്മൾ എല്ലാവരും കൂടെ വർഷിപ്പ് ചെയ്യാനായിട്ട് we assemble. He is the Pantocrator, Almighty, and under His wing or under His protection we assemble and we worship Him. Hallelujah, praise the Lord. We worship Him. ഇത് അവരുടെ ഈ ഐക്കൺസിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് റഷ്യൻസ് ആൻഡ് ഗ്രീക്സ്, which of course the Syrians completely threw away, and therefore നമുക്ക് അവരുടെ എല്ലാം മറ്റൊന്നുമില്ലല്ലോ. ശിവക്കാരൻ്റെതല്ലാതെ വല്ലതും നമുക്ക് ഇന്ത്യക്കാരനുണ്ടോ? ഒന്നുമില്ല. നമ്മളിപ്പം വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നെങ്കിൽ whatever we have നമ്മളിത് കിട്ടിയതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അല്ലേ പറഞ്ഞ വളരെ മറ്റൊരിടത്തും കിട്ടിയത്. ഞാൻ യാക്കോബ് തൃതീയ പാസ്റ്റർ കിസ്ബാബയുടെ കൂടെ 2-3 ദിവസം താമസിച്ചിട്ടുണ്ട്. യാക്കോബ് തൃതീയ പാസ്റ്റർ കിസ്ബാബ എന്ന് പറയുന്നത് അറിയാൻ സഭയിൽ സമാധാനം ഉണ്ടാക്കിയ പുള്ളിയാണ്. ആ പുള്ളി റംബാനായിട്ട്, അബ്ദുൽഹാൻ റംബാനായിട്ട് മഞ്ഞിനിക്കൽ താമസിച്ചിട്ടുള്ളതാണ്. അക്കാലം മുതൽ എനിക്കറിയാം. മഞ്ഞിനിക്കലിക്ക് അടുത്ത എൻ്റെ വീട് കോന്നിയാണ്. ഞാൻ അന്ന് കണ്ടിട്ടുള്ള അദ്ദേഹത്തെ. പിന്നെ പാസ്റ്റർ കീസായി വന്നപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് അരമനയിൽ പോയി ചെന്ന് 2-3 ദിവസം താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിനകത്ത് രസകരമായ ഒരു കാര്യങ്ങൾ പറയാം. അവർ ഈ ശിവക്കാരൊക്കെ ഇറച്ചി തിന്നുന്നവര്, അവർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ ശിവമെത്താന്മാരും പാത്രക്കീസും ഒക്കെ നല്ല താമസം പറ്റും. ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോ ഇറച്ചി ഉണ്ടായിരുന്നു. അവിടെ യുവർ ബിഷപ്സ് in India do not eat meat. Why? എന്നോട് ചോദിച്ചു. And I said, because they are monks, they don't eat meat. അത് കഴിഞ്ഞിട്ട് അത് പുള്ളിക്കാരൻ്റെ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെറുപ്പമല്ലേ നാട്ടിൽ വന്നിട്ട് ഒരു ലേഖനമൊക്കെ എഴുതി. മലയാളത്തിൽ മനോരമ അല്ല നമ്മുടെ മലങ്കര സഭാ മാസികക്കകത്ത് ഇങ്ങനെയാണ് പോയി താമസിച്ചു യാത്രാവിനൊക്കെ എഴുതിയ കൂട്ടത്തിൽ ഇറച്ചി തന്നു പാത്രക്കീസ് ഇറച്ചി തിന്നെന്നും ഞാൻ അപ്പൊ ഇങ്ങനെ ചോദിച്ചെന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വിട്ടു. അപ്പൊ അന്നത്തെ മലങ്കര സഭാ മാസികയുടെ എഡിറ്ററായിരുന്നതാണ് ഇപ്പൊ ഒരു കുസൃതിയും കൂടെ കാണിച്ചു. അതിന് ചുവട്ടില് ഒരു ഫുൾ ടോട്ടും കൂടെ ഇട്ടിട്ട് ഞാൻ എഴുതി കൊടുത്തു പോകുന്നത് എനിക്ക് അത് നിശ്ചയമില്ലായിരുന്നു. ആ പുള്ളി ഒരു ഫുൾ ടോട്ടും കൂടെ ഇട്ടിട്ട് മാംസം തിന്നുന്ന ദേറായക്കാരൻ വ്യഭിചാരം ചെയ്യുന്നത് തുല്യമാണ്. ഇത് കാലോലത്തുള്ളതാ. അതുകൂടെ അതിന് അടി എഴുതിയിട്ടു മാംസം തിന്നുന്ന ദേറായക്കാരൻ വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞു എഴുതി വെച്ചു.
ഇതെങ്ങനെയോ അവിടെ സീമേന്ന് ഫ്ലാഷ് ചെയ്തു, അദ്ദേഹത്തിന്റെ കൈ കിട്ടി. ഇവിടെ നാട്ടി വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആരോ ചെന്നപ്പോ പറഞ്ഞു, എന്റെ കൂടെ ഒന്ന് താമസിച്ചിട്ട് അവൻ എഴുതിയിരുന്ന ആള് എന്ന് പറഞ്ഞു. പിന്നെ സമാധാനം ഉണ്ടാക്കാൻ വന്നപ്പോ പഴയ സെമിനാരിയില് ആ ബാബായുടെ പുലിന്റെ ആഴ്ചത്ത് കണ്ടിലായി കുത്തി ഇങ്ങനെ നോക്കി സമയത്ത് പിന്നെ ഞാനാണെന്ന് പറഞ്ഞു. ഒക്കെ പോയിട്ട് ഞാൻ പറഞ്ഞത് ഈ പാറ്റോക്രാറ്റോർ എന്ന് പറയുന്ന അത് സർവശക്തൻ എന്നുള്ളത് അവരുടെ ഈ റഷ്യൻ ഓർത്തഡോക്സ് നമുക്ക് ഈ ഐക്യൻ നമുക്ക് നഷ്ടപ്പെട്ടതിനെ പറ്റി പറയാനാണ് എനിക്ക് വന്നത്. The icon tradition, the Syrians have completely lost, and so we also lost it. ഇപ്പൊ നമ്മുടെ തിരുമേനിമാർക്ക് വരുത്താൻ കൊണ്ടുവരാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പോട്ടെ, അതിങ്ങനെ കൂടി വെച്ച പോലെ ഇരിക്കുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഇഫക്റ്റ് ഉള്ളൂ എനിക്കറിയാൻ പാടില്ല. കൾച്ചറിൽ നിന്ന് വരേണ്ട ഒന്നാണ് സംതിങ്, അത് അവരുടെ കൾച്ചറിൽ നിന്ന് ഉയർന്നു വന്ന ഒന്നാണ്. ഏതായിരുന്നാലും ഈ പാറ്റോക്രാറ്റോർ എന്നുള്ള ഒരു ആശയം that's wonderful. Jesus Christ is what? He is almighty. സർവശക്തനാണ്. ആ ഒരു വിശ്വാസം യേശു ക്രിസ്തുവിനെ പറ്റി ഉള്ളത് കൊണ്ടാണ് ഏത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും നമുക്ക് നിൽക്കുവാൻ കഴിയുന്നത്. I believe my Lord is almighty, who can redeem me, who can rescue me, who can save me from all kinds of problems. എല്ലാത്തിൽ നിന്നും വിടുവിക്കുവാൻ സർവശക്തനാണ് കർത്താവ്. And we should have that faith. ആ ഒരു faith ആണ് നമുക്ക് വേണ്ടത്. Book of Revelation brings that message to us, that Jesus Christ, in whom we have put our trust, is the Almighty, in whom we can have full confidence, and He is there all the time, under all circumstances. ഇത് നമുക്ക് ഓർക്കുവാനുള്ള കാര്യമായിട്ട് ഞാൻ പറയുകയാണ്. നമുക്ക് നീങ്ങാം. And then we have the church, the heroine. And the characteristics പറ്റി എടുത്തുള്ളൂ. God and Christ. ഇതിനകത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ക്രിസ്തുവാണ്. അതുകൊണ്ട് എത്ര പറഞ്ഞാലും മതിയുമാകില്ല. So we should know. Now the church, the heroine. രണ്ട് തലത്തിൽ സഭയെ പറ്റി പറയുന്നുണ്ട്. ഭൂമിയിലെ സഭ, chapters 2 and 3. We may call the church militant. The church on earth, we may describe it as the church militant. പോരാട്ടം ചെയ്യുന്ന സഭയാണ്. The church in struggle, the church in real existential problems deal ചെയ്യുന്ന, ഫേസ് ചെയ്യുന്ന സഭയാണ്. Chapters 2 and 3. 7 സഭകൾ അവിടെ പറയുന്നുണ്ട്. 7 എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞത്? കംപ്ലീറ്റ്നെസ്, പെർഫെക്ഷൻ, ഹോൾ, ഇതെല്ലാം വരുന്നതാണ്. അപ്പൊ 7 സഭ 7 എന്ന് പറഞ്ഞത് കൃത്യമായിട്ടുള്ളത് അല്ലാതെ സൂചിപ്പിക്കുന്ന യൂണിവേഴ്സൽ ചർച്ച്, ദ ഹോൾ ചർച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഈ 7 അവിടെ എടുത്തിരിക്കുന്നത്. സോ ആ സഭകളെ പറ്റിയുള്ള ഒരു ചിത്രം വായിക്കുന്നത് കൊള്ളാം. ആൻഡ് ഐ ലീവ് യു എ ഹോംവർക്ക്. ഹോംവർക്ക് കൊടുക്കുന്നത് ഞാൻ, ഐ എം എ ടീച്ചർ സെമിനാരി. സോ ഐ ഗീവ് എ ഹോംവർക്ക് ഫോർ യു. യു റീഡ് ത്രൂ ദ 7 ചർച്ചസ്. ആ 7 സഭകളുടെ ലേഖനങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിന്റെ വിൽപ്പറ്റൻ എന്റെ വാല്യൂ ചെയ്തിട്ട് എഴുതി കൊടുക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ ഹോംവർക്ക് ഞാനിപ്പോൾ നാളെ പോകും, അവിടെ നോക്കാൻ നേരമൊന്നുമില്ല. What is the homework? Read through the 7 letters to the 7 churches. 7 സഭകൾക്കുള്ള 7 കത്തുകൾ. ഇല്ലേ, അത് വായിക്കാമല്ലോ. That is simple, not a very difficult thing. 7 letters to the 7 churches. And take that as a model. ഓരോ കത്തും തുടങ്ങുന്നത് എങ്ങനെയാണ് നോക്കിയാൽ ഒരേ വിധത്തിലാണ്. All the 7 letters have the same structure, the same pattern. അതനുസരിച്ചാണ് ആര് പറയുന്നു, എന്ത് പറയുന്നു, എന്തൊക്കെ കാര്യങ്ങൾ, അതുകൊണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് വരാൻ പോകുന്നു, ഇങ്ങനെയുള്ളത്. ഇറ്റ് ഈസ് ദ സെയിം സ്ട്രക്ചർ, ദ സെയിം പാറ്റേൺ ഇൻ ഓൾ. പക്ഷെ കണ്ടന്റ് വ്യത്യാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ 7 സഭകളുടെയും ആ ലെറ്റേഴ്സിന്റെ മാതൃക എടുത്തിട്ട്, പാറ്റേൺ എടുത്തിട്ട് ആത്മാവ് മറ്റൊരു സഭയ്ക്ക്, ഇപ്പൊ ഇതിനകത്ത് എഫേസൂസിലെ സഭ, തുയത്തൈനിലെ സഭ, ലവദൂക്കിയയിലെ സഭ, ഫിലഡൽഫിയയിലെ സഭ, ഇവിടുത്തെ അമേരിക്കയിലെ ഫിലഡൽഫിയ അല്ല അത് കേട്ടോ, ഫിലഡൽഫിയയിലെ സഭ, ഈ സഭകൾക്കൊക്കെ എഴുതുന്നതായിട്ടുണ്ടല്ലോ. അതിന്റെ കഴിഞ്ഞിട്ട്
ഇപ്പൊ 8ാമതൊരു കത്ത് കൂടി 7 ഉള്ളൂ. 8ാമതൊരു കത്ത് നിങ്ങളാണ് എഴുതേണ്ടത്. അത് ആൾക്ക് മലങ്കര സഭയിലെ ദൂതന്റെ എഴുതുക. എന്തൊക്കെ നിങ്ങൾ എഴുതും എന്നുള്ളത് ഇതിന്റെ മോളിൽ വെച്ചൊന്ന് എഴുതുക. Let us see what you will write about മലങ്കര സഭയുടെ ദൂതന് എഴുതുക. അപ്പൊ ആ സഭയെ പറ്റി ഓരോ സഭയെ പറ്റിയും പറയുന്നുണ്ട്. നിന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ ഇവാലുവേഷൻ ഓഫ് ദ ചർച്ച്. പിന്നെ എന്തോ ആ സഭ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ കത്തിന്റെ മോഡൽ വെച്ചുകൊണ്ട് യു മേക്ക് ഇറ്റ് ആസ് എ പാറ്റേൺ and then write a letter to the Malankara church and produce to Achan. അതിന് ഫസ്റ്റ് സമ്മാനം കിട്ടുന്ന ആളിന് ഞാൻ പോകുന്നതിന് മുമ്പാണെങ്കിൽ ഞാൻ ഓഗസ്റ്റ് 30 വരെ ഉണ്ട്. I will give a prize for that. First prize. Let us make an effort. So the church militant. എന്താ militant എന്ന് പറയാൻ കാര്യം? ഒരാളുടെ സഭയാണ് ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള സഭയുടെ കാര്യമാണ് ചർച്ച് militant എന്ന് പറയും. And then in church chapter 4, the church triumphant. സ്വർഗത്തിലെ സഭയാണ്, ആരാധിക്കുന്ന സഭ. chapter 4. അവിടെ 24 മൂപ്പന്മാരും അവിടെ സിംഹാസനത്തിന് മുമ്പാകുന്നു ഇരിക്കുന്നവനും ഇരുന്നവനുമായവനും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് വർഷിപ്പിംഗ് സർ. അവിടെ ധൂപമുണ്ട്. There is incense offered. Incense of the prayers of the saints. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാകുന്ന ധൂപകലശമുണ്ട്. There is incense also there in the heavenly worship. And ആ heavenly worshipന്റെ ഒരു പ്രതീകമാണ് നമ്മളെ ഇവിടുത്തെ വർഷിപ്പ് എന്ന് പറയുന്നത്. അതിനൊരു പ്രതിരൂപമായി it stands for that. Okay. And then in this church the members are innumerable. വളരെയധികം ഉണ്ട്. ഒന്നും രണ്ടും ഒന്നുമല്ല ഈ സഭയിലെ അംഗങ്ങൾ. 144,000 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാകുന്നത്? innumerable virgins. Chapter 14 verse 4. പ്രഭാസം പച്ചവെള്ളം കൂടി കൊടുത്താലും അതിന് പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. എനിക്ക് ജീവനമുള്ളതാണ് അപ്പൊ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടും. ഇല്ല പോട്ടെ അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് കൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോരാത്തോളം മലിനപ്പെടാത്തവരായ കന്യകമാര്. അപ്പം കല്യാണം കഴിച്ചവർക്ക് അവിടെ നിന്ന് സ്ഥാനമൊന്നുമില്ല, കന്യകമാരായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് അവിടെ ലിറ്ററലായിട്ടല്ല എടുക്കേണ്ടത്. വേർതിരിച്ച് എന്ന് പറഞ്ഞാൽ ജീവിത വിശുദ്ധി പാലിച്ചിട്ടുള്ളവർ, മാലിന്യപ്പെടാത്തവർ, കളങ്കപ്പെടാത്തവർ എന്നേ അതിന് അർത്ഥമുള്ളൂ. ജീവിത വിശുദ്ധിയുള്ള ജീവിക്കുന്നവർ എന്നല്ലാതെ വിവാഹ ജീവിതം അതിന്റെ അശുദ്ധമാണെന്നോ അല്ലെങ്കിൽ വിവാഹിതരായവർക്ക് അവിടെ സ്ഥാനമില്ലെന്നും അർത്ഥമാക്കരുത്. അങ്ങനെയൊന്നും അതിന് വിചാരമില്ല. വെർജിൻസ് എന്ന് പറയുന്നതിന് അർത്ഥം ഇതേ ഉള്ളൂ, മലിനപ്പെടാത്തവരായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവരെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു വിശുദ്ധനായിട്ടെന്ന് പറഞ്ഞാൽ വെർജിനായിട്ട് വിചാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ച ആളാ, 2 കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ വെർജിൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇതേ ഉള്ളൂ, ഹോളി പീപ്പിൾ, ഹോളി വിശുദ്ധരായി ജീവിക്കുന്നവർ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവിടെ ഭാര്യ സ്ത്രീ പുരുഷ ബന്ധത്തെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. അത് അശുദ്ധിയോടൊന്നും അല്ലതാനും. അത് നോൺസെൻസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നത്. സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിക്കുന്ന ആ വിധത്തിൽ കരുതുന്നത് പോട്ടെ. And that is the church. And this church is to be united with Christ. 19 അധ്യായത്തിലാണ് the wedding takes place between Christ and the church. That is the final climax of it. Chapter 19. And then you have the villain. Villain, Satan is the villain. He has 2 agents. The villain has 2 agents. അയാൾക്ക് 2 ഏജന്റുമാരുണ്ട്. അയാളെ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. 2 beasts. ഒന്നിന്റെ പേര് ദി ബീസ്റ്റ് എന്ന് തന്നെയാണ്. ചാപ്റ്റർ 13 നോക്കിയാൽ chapter 13 കണ്ടോ? ആദ്യം കൊണ്ട് വായിച്ചു കൊടുക്കും.
ദൂഷണനാമങ്ങളും ഉള്ളൊരു മൃഗം. നമുക്ക് പിടികിട്ടുന്നില്ല എന്തുവാ ഈ ദൂഷണനാമം. ഇംഗ്ലീഷിൽ ഹൗ ഇസ് ഇറ്റ് ബ്ലാസ്ഫമസ് നെയിം അല്ലേ? My young sisters, what do you say? 13:2, 13:1. Read it loud. Read it loud. Oh, I don't know. Then I saw a beast coming up out of the sea. It had 10 horns instead of 10. On each of its horns there was a crown, and on each of its head there was a name that was insulting to God. എന്താ ദൂഷണനാമം എന്നുള്ള ഇംഗ്ലീഷിൽ എന്താ കേട്ടില്ല? Name that was insulting to God. Unholy names. അതായത് ഇത് പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാണ്? ഈ ദൂഷണനാമം, ബ്ലാസ്ഫമസ് നെയിം. ബ്ലാസ്ഫമി, ബ്ലാസ്ഫമി ദൈവദൂഷണം, ബ്ലാസ്ഫമസ് ദൈവദൂഷണനാമം എന്നുള്ളതാണ്. എന്താ ഈ ദൂഷണനാമം ഉള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ റോമിലെ ചക്രവർത്തിയായിരുന്ന ഡൊമീഷ്യൻ. ബിറ്റ്വീൻ 81 to 96 ആണ് ഇയാളുടെ ഭരണകാലം. റോമൻ എംപറർ ഡൊമീഷ്യൻ, DOMITIAN, ഡൊമീഷ്യൻ, 81 to 96 അയാൾ ഭരിച്ചിരുന്നു. അയാൾ വലിയ സഭയെ പീഡിപ്പിച്ചവരാണ്. നീറോ ഉണ്ട്, അത് 66 പോയി അയാളുടെ കാലം. ഇത് അതിനുശേഷം 68 വരെയായിരുന്നു. ഇത് ഡൊമീഷ്യനാണ്. ഈ പുസ്തകം എഴുതുന്ന കാലത്ത് യോഹന്നാൻ അപ്പോസ്തലനെയും പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തുകയും സഭയെ പീഡിപ്പിക്കുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് Domitian Chakravarti. And this book was written at the time of the persecution of Domitian. And this fellow has taken a name as Lord and God. He wanted the people to address him as Lord and God. Katham Deyume in the Bulikam. He demanded from the people not only to worship before his idol, Yada Pazimela Mubichana, Kumbuligim, Adam Puja Arpiki, Duma Arpiki, Matravalla. He wanted people to address him as Lord and God. Is the way that Lord and God and all of them? They looked at the way, yes, you could do the way. Are they very excited? Every Dushan, the blasphemy, and the Dushan. അതുകൊണ്ട് ഈ പേരുള്ളവൻ, അതായത് ദൂഷണനാമം ഉള്ളവൻ എന്ന് പറഞ്ഞാൽ the fellow who has taken this name of God for himself as God, Lord and God എന്ന് പറയുന്നതാണ്. അപ്പൊ 10 കൊമ്പ് അങ്ങനെയുള്ള മൃഗങ്ങൾ സാധാരണ ഇങ്ങനെ കണ്ടിട്ടില്ല. The horn actually stands for power. കണ്ണ് stands for knowledge. കുഞ്ഞാടിനെ പറ്റി പറയുമ്പോൾ 7 കൊമ്പും അതുപോലെ തന്നെ 7 കണ്ണുമുള്ളതൊക്കെ പറയുന്നത് പവർ ആൻഡ് നോളജ് അതിന്റെ പ്രതീകമാണ്. ഇവിടെ 10 കൊമ്പുകളിൽ 10 രാജമുടി തലയിൽ ദൂഷണനാമൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. എന്നാൽ സമുദ്രം റോമിൽ നിന്ന് വരുന്ന റോമിനെ ആയിട്ട് സൂചിപ്പിക്കുന്നത് ഫ്രം കമ്മിങ് ഫ്രം ഫാർ ഓഫ് ടു പലസ്തീൻ, ഇസ്രായേലിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ ഉപദ്രവിക്കാൻ വരുന്ന റോമിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഡൊമീഷ്യൻ, ദി നെയിം, ബ്ലാസ്ഫമസ് നെയിം. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം 13-18 നമ്മൾ ഒരു കാര്യത്തിൽ എത്തുന്നത്. എന്താ? മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. സംഖ്യ പറഞ്ഞില്ലല്ലോ. 666 മറക്കരുത്. 666 666 ഓർക്കാൻ 666. ദാറ്റ് ഇസ് ദ നെയിം ഓഫ് ഒരാളുടെ പേരുമാണെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പേ ഈ പേര് ആരുടെയൊക്കെ തലയെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളത് പലരുടെ തലയെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ വാട്ട് ഈസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദിസ്? കറക്റ്റ് മീനിങ് ഓഫ് ദിസ് ഈസ് നീറോൻ കൈസർ എന്നാണ്. അതെങ്ങനെ, ഹൗ യു കൺക്ലൂഡ് ദാറ്റ് ദിസ് ഈസ് അപ്ലൈഡ് ടു നീറോൻ കൈസർ? ഇൻ ദി ഗ്രീക്ക് there is no number, so also in Syriac. Number is the alphabet. ഇപ്പൊ ഓലഫ് എന്നുള്ള ആ അക്ഷരത്തിന് 1 എന്ന്, ബേഴ്സ് എന്നുള്ള അക്ഷരത്തിന് 2, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും. അക്ഷരങ്ങളുടെ അനുസരിച്ച് സംഖ്യ അല്ലാതെ വേറെ ഇല്ല, അക്കങ്ങൾ ഇല്ല. There is no numbers, it's only the alphabets. ഗ്രീക്കിൽ അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അക്ഷരങ്ങൾ എഴുതിയാൽ അക്കങ്ങൾ കിട്ടും. മനസ്സിലായല്ലോ? ഇപ്പോഴ് ഇംഗ്ലീഷിലാണെങ്കിൽ A 1,
B2, C3 അങ്ങനെ ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് അക്കങ്ങൾ എഴുതേണ്ടത്. അപ്പൊ 13 എന്നാണ് എഴുതേണ്ടതെങ്കിൽ എയും കഴിഞ്ഞ് പിന്നെ 3 ഏതാ വരേണ്ടത്? സി ആണ്. എ സി എഴുതിയാൽ എത്രയാ വരുന്നത്? 13ആയി. അത് ആ ഒരു വിധത്തിൽ അക്കങ്ങളാണ് ഇതിന്റെ അക്ഷരങ്ങളാണ് എഴുതുന്നത്. അപ്പൊ ന്യൂറോൺ NERON ന്യൂറോൺ എന്നുള്ള ഗ്രീക്ക് അക്ഷരമാണ് എഴുതിയിട്ട് കൈസർ KAISER കൈസർ ന്യൂറോൺ കൈസർ എന്നുള്ള ആ അക്ഷരങ്ങൾ എഴുതാമെങ്കിൽ ആ അക്ഷരങ്ങളുടെ ആകത്തുക കൂട്ടിയാൽ എത്ര വരുമെന്ന 666 വരും. അത് ഗ്രീക്ക് അറിയാവുന്നവർക്കും അതിന്റെ അക്ഷരങ്ങളുടെ കണക്കറിയാവുന്നവർക്കും എളുപ്പം കൂട്ടി നോക്കാം. അത് 666 വരും. ഇത് നീറോൺ കൈസർ ഇയാള് മരിച്ചുവെങ്കിലും ഭയങ്കരനായിരുന്നത് നിങ്ങൾക്കറിയാം. നീറോൺ കൈസർ കാണിച്ച വികൃതികളൊക്കെ അയാൾ അബദ്ധത്തിൽ അയാൾ മരിച്ചു പോയതാണ്. ഇനി അയാൾ വീണ്ടും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. He shall come again with more violence and with more bloodshed എന്നുള്ള പ്രതീക്ഷ അവർക്ക് അന്നുള്ള ആളുകൾ പുലർത്തിയിരുന്നു. അതുകൊണ്ട് ഈ ഡൊമീഷ്യൻ വന്നപ്പോഴ് ഒരു പക്ഷേ ആ പുള്ളി തന്നെയാണോ വീണ്ടും വന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീറോൺ കൈസർ എന്നുള്ള ആ വാക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഡൊമീഷ്യന്റെ അത് കൊടുത്തിരിക്കുന്നത്. സോ there are 2 agents for Satan. First agent is the beast, that is Roman emperor. സാത്താൻ ഈ ആളിൽ കൂടിയാണ്, ഈ മൃഗത്തിൽ കൂടിയാണ് ക്രിസ്തീയ സഭയെ ഉപദ്രവിക്കുന്നതും പീഡിപ്പിക്കുന്നത്. മറ്റൊരു ബീസ്റ്റും കൂടിയുണ്ട് 13:11 മറ്റൊരു മൃഗം. അപ്പോഴ് അത് മറ്റൊരു ഏജന്റ് ആണ് സാത്താന്റെ. First agent is the Roman emperor. The second agent is also a beast, ഒരു മൃഗം എന്നാ പറയുന്നത്. That stands for the pagan priesthood. Pagan പുറജാതികളുടെ priesthood പൗരോഹിത്യം. Who encouraged this priesthood? They encouraged the emperor worship. ചക്രവർത്തി ആരാധന പ്രോത്സാഹിപ്പിക്കുകയും അതിന് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന പേഗൻ പ്രീസ്റ്റ്ഹുഡിന് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പേരിൽ ബീസ്റ്റ്, മറ്റൊരു മൃഗമെന്നാണ്. അപ്പൊ ഇത് ഈ മൃഗങ്ങൾ രണ്ടുമാണ് സഭയ്ക്ക് എതിരായിട്ടുള്ളത്. That's the Roman emperor on one hand, and he is supported by the pagan priesthood who are encouraging for this worship of the emperor and so on. And then പിന്നീട് നമ്മൾ വായിക്കുന്നതാണ് ചാപ്റ്റർ 18 ബാബിലോൺ ഈസ് fallen 17-18 അത് വഴി വായിക്കുമ്പോൾ ഈ ഇത് നശിച്ചു. And then in 19 you have the wedding of the Lamb of God. So ഇപ്പോഴ് റോം അതിന്റെ ആധിപത്യം പുലർത്തിയൊക്കെ വഹിക്കുന്നുണ്ട്, അത് ചക്രവർത്തിയൊക്കെ ഉണ്ട്. But the beast will be destroyed, will be defeated in the final battle, and God will be victorious എന്ന് പറയുന്ന അവർ ആണ് ഇതിന്റെ വിജയത്തിലേക്ക് വരുന്നതായിട്ടുള്ളത്. So that is the climax of the story. If you take it as a spiritual drama, it has a very valid message, and the book of Revelation is a book of fascinating interest. നമുക്ക് വായിച്ചു അറിയുവാൻ നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. I have not gone into the details of the book, but just to get an outline and also to introduce you to the book, and these words will be helpful. Here 1:30 മണിയെന്ന് വിചാരിച്ചത് എൻ്റെ വായിച്ചത് 1:30 അതുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. നിങ്ങൾക്ക് ഇനി ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ആവാം. Any questions concerning this class? Please. All these letters to the churches was addressed to the angel of the church. What is the relevance? The angel stands for the bishop of the church. Each the head of the church. Bishop എന്ന് നമ്മളിപ്പോൾ പറയുന്നു, head of the church, the one who is in charge of each church, whoever be, and this is addressed to him, and these are the things you should know and പറയുന്ന വിധത്തിലാണ്.
ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഇത് ഏതൊരു കാര്യത്തിനായിരുന്നാലും പ്രവചനങ്ങൾക്കൊക്കെ ആയിരുന്നാലും രണ്ട് മീനിങ് നമ്മൾ എപ്പോഴും നമുക്ക് കൊടുക്കാം. ഒന്ന് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഉള്ള ഒരു മീനിങ്, ഒന്ന് ഡിറൈവ്ഡ് മീനിങ്, അത് കുറെ കൂടി വ്യാപകമായ അർത്ഥത്തിൽ വരുന്നത്. ഇരുന്നോട്ടെ. അപ്പോൾ ഇവിടെ ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രയേലിനെ കുറിക്കുന്ന ഒന്നാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം ആ സ്ത്രീയിൽ നിന്നാണ് ആര് വന്നത്? മെശിഹ വന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീ മെശിഹ ആണ് എന്ന് പറയുന്നതിനും ആ മെശിഹായെ നശിപ്പിക്കുന്നതിനാണ് ഈ സർപ്പം വിഴുങ്ങുവാൻ തക്കവണ്ണം വന്നത് എന്നുള്ളതും ചരിത്രപരമായി നോക്കിയാൽ യോജിക്കുന്ന ഒന്നാണ്. അത് കന്യാസ്ത്രീ അമ്മയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം അതൊരു ഡിറൈവ്ഡ് മീനിങ് ആണ്, നോട്ട് ഡയറക്റ്റ് മീനിങ് ബട്ട് ഡിറൈവ്ഡ് മീനിങ്. ബിക്കോസ് ഈ ക്രിസ്തുവിനെ പ്രസവിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ കന്യാസ്ത്രീ അമ്മയാണ്. അതുകൊണ്ട് കന്യാസ്ത്രീ അമ്മയ്ക്കും ഇത് അപ്ലിക്കബിൾ ആണ്. പിന്നെ കന്യാസ്ത്രീ അമ്മ ഷീ സ്റ്റാൻഡ് ഫോർ ദ ഹോൾ ചർച്ച്. സഭയുടെ മുഴുവനും കൂടെ പ്രതീകമായിട്ട് മാതാവിനെ ചിത്രീകരിക്കുന്നത് പിതാക്കന്മാരുടെ ഉപദേശത്തിലൊക്കെയും ഉള്ളതാണ്. അതുകൊണ്ട് അത് സഭയെ മുഴുവനും കൂടെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ടും ഇങ്ങനെ ഡിറൈവ്ഡ് മീനിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് മീനിങ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മീനിങ് ഡെഫിനറ്റ്ലി പീപ്പിൾ ഓഫ് ഇസ്രയേൽ എന്നുള്ളതായിരിക്കും. മറ്റൊരു ഡിറൈവ്ഡ് മീനിങ് ആയിട്ട് നമുക്ക് ആപ്ലിക്കബിൾ ആണ്, പറയാവുന്നതാണ്. Any questions? Please. 1000 years endless ആയിട്ടുള്ള സമയമാണെന്ന് പറഞ്ഞു. അപ്പം ഈ ചാപ്റ്റർ 20 1000 years റെയിൻ കഴിഞ്ഞിട്ട് സെറ്റിനെ ക്രഷ് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജഡ്ജ്മെന്റ് വളരെ ന്യൂ ജെറുസലേം പറയുന്നത്. ഈ 1000 years എന്ന് പറയുന്നത് നമ്മുടെ സഭാപിതാക്കന്മാർ അതിനെ ഈ മില്ലേനിയത്തിൽ കൊടുക്കുന്നത് the present time in which the church is controlled by the Lord. കർത്താവ് നയിക്കുന്ന ഇപ്പോഴത്തെ ഈ വർത്തമാന കാലത്തെ സഭ ജീവിതത്തെയാണ് ഈ മില്ലേനിയത്തിൻ്റെതായിട്ട് നമ്മൾ, അല്ലാതെ ഇനി മറ്റൊരു മില്ലേനിയത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല. The present age is interpreted. This is the interpretation, even Augustine's interpretation ഇതുണ്ടായിരുന്നതാണ്. The present age of the church is the millennium, and then of course the judgment and final ആയിട്ടുള്ള വരുന്നു എന്നുള്ളതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് പിന്നൊരു മില്ലേനിയും പിന്നൊരു ജഡ്ജ്മെന്റും എന്നുള്ളത് ഇറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ വിച്ച് വി ഡോണ്ട് ടേക്ക്. It's a long session. We started at 10 o'clock. It's 1:30. We can wind up from that. എല്ലാവർക്കും വിശപ്പും കേൾക്കാതെ കഞ്ഞി താഴെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എളുപ്പമായി എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വന്നിയാർന്ന എല്ലാവരും, ബഹുമാനപ്പെട്ട ജോൺ സച്ചന്, ആലക്കോട്ടെ അച്ഛന്, വെളിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ഇടയിടകൾ പ്രത്യേക നന്ദി ദിവസത്തിൽ അറിയിക്കുന്നു. എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് താഴെ പോയി ഉച്ചഭക്ഷണം എല്ലാവർക്കുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ സംബന്ധിച്ചിട്ട് പോകാവും. 5 മണിക്ക് ജിയോസിന്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട അച്ഛനതിൽ സംസാരിക്കും. അത് കഴിഞ്ഞ് 6:30 സന്ധ്യ നമസ്കാരം. നാളെ അച്ഛനായിരിക്കും വിശുദ്ധ കുർബാന. സത്യനമസ്കാരം കഴിഞ്ഞ് പ്രസംഗമൊന്നുമില്ലല്ലോ. പ്രാർത്ഥിച്ചിട്ട് ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ബലവാനേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
മധ്യാഹ്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ മരണം വരികയും പാപത്തിന്റെ പരിഹാരം വരുത്തുകയും ചെയ്തതിനായ കർത്താവേ, അവിടുത്തെ കഷ്ടാനുഭവത്തിന്റെയും മരണത്തിന്റെയുമായി സമയത്ത് നിന്റെ മക്കളാകും ഞങ്ങൾ അടുത്തുവന്ന് നിന്റെ ഓരോർക്കും രക്ഷയുടെ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ നിത്യം സ്തുതിക്കുന്നവരും മഹത്വപ്പെടുത്തുന്നവരുമായി ഞങ്ങൾ